ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ, ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്ത, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിന് താഴെ ഒരു ബാഡ് കമന്റ് വന്ന, വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കാര്യം ചെയ്തിട്ട് ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷം ആ നിമിഷം തന്നെ ഇല്ലാതാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ എപ്പോഴും അൺഹാപ്പി ആയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ കൺട്രോള് നിങ്ങൾ അറിയാതെ തന്നെയാണ് നിങ്ങൾ ആരൊക്കെയോ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ കൺട്രോള് തിരികെ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇവയിൽ ചിലത് വളരെ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ പലരും സന്തോഷത്തെ ഒരു ഡെസ്റ്റിനി പോലെയാണ് കാണുന്നത്. ഈ പ്രശ്നം കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും, നല്ല ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, കുറച്ചും കൂടെ പണം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികം സന്തോഷം ഉണ്ടാവും, എൻ്റെ പാർട്ട്ണർ എന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അധികം സന്തോഷം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടിയാൽ പോലും സന്തോഷം അധിക കാലം നിൽക്കില്ല. കാരണം നമ്മുടെ മനസ്സ് അടുത്തൊരു കാര്യം തേടി തുടങ്ങും. അതുകൊണ്ട് സന്തോഷം എന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്നല്ല. പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ മനസ്സിന്റെ ബാലൻസ് നിലനിർത്തുന്നതാണ് യഥാർത്ഥ സന്തോഷം. അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നമ്മളുടെ മനസ്സിലെ റിപ്ലേ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നമ്മളുടെ ഒക്കെ മനസ്സിനൊരു ശീലമുണ്ട്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്ലേ ചെയ്യുക. ആരെങ്കിലും നമ്മളോട് പറഞ്ഞൊരു മോശം വാക്ക്, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അപമാനം, നമ്മൾ ചെയ്ത ഒരു തെറ്റ്, ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങള്, ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് റിപ്ലേ ചെയ്തുകൊണ്ട് ഒരു സിനിമയുടെ സീൻ വീണ്ടും വീണ്ടും കാണുന്നത് പോലെ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സിനിമയിലെ സീന് കാണുമ്പോൾ നമ്മളത് വെറുതെ കാണുകയാണ് അല്ലേ? പക്ഷെ പഴയ ഒരു വേദന നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ആ ഒരു വികാരം നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിക്കുകയാണ്. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങൾ ആ സംഭവം 50 തവണ ഓർത്താ അവർ നിങ്ങളെ 50 തവണ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ വേദന നിങ്ങൾ 50 തവണ അനുഭവിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ മറക്കണം എന്നല്ല പറയുന്നത്, പഠിക്കണം അതിൽ നിന്ന്. പക്ഷെ അത് കണ്ട് തന്നെ വീണ്ടും വീണ്ടും ജീവിക്കരുത്. അടുത്ത തവണ പഴയ ഒരു സംഭവം മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മാത്രം ചോദിക്കുക, ഇതിൽ നിന്നും എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താ എനിക്ക് കിട്ടുക? പഠിക്കാൻ ഒന്നുമില്ലെങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞു, ഇനി ഇതിൽ നിന്ന് പഠിക്കാൻ എനിക്ക് ഒന്നുമില്ല, ഇതിൽ നിന്നും ഒന്നും പഠിക്കാനില്ല എന്ന് സ്വയം പറയുക. ഒരു ചെറിയ സെന്റൻസ്, അതെന്റെ പാസ്റ്റാണ്, എൻ്റെ പ്രസന്റ് അല്ല. ഇത് പതിയെ പ്രാക്ടീസ് ചെയ്യുക. കാരണം കഴിഞ്ഞ കാലത്തിന് നമ്മൾ നൽകുന്ന നമ്മളുടെ ഓരോ നിമിഷവും നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്നും അതിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് പോയിന്റ്, മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീൽ കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അളക്കരുത്. ഒരു നമ്മളുടെ സന്തോഷം കെടുത്തുന്ന വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു, അവിടെ ഒരാൾ പുതിയ കാർ വാങ്ങി, അവിടെ ഒരാൾ പുതിയ വീട് വെച്ചു, മറ്റൊരാള് വിദേശത്തേക്ക് യാത്ര പോയി, മറ്റൊരാൾക്ക് ഒരുപാട് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു, ഒരാൾക്ക് ഒരു സന്തോഷകരമായ ഒരു ഫാമിലി ഫോട്ടോ. നമ്മൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതം അവരുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാണ്. എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നുമില്ല എന്നുള്ളൊരു കമ്പാരിസൺ. പക്ഷെ അവിടെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവരുടെ ജീവിതം എന്താണെന്ന് അവിടെ കാണുന്നില്ല. നിങ്ങൾ അവിടെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ് ഫീല് മാത്രമാണ്. അവരുടെ സ്ട്രഗിൾസോ അവരുടെ പാസ്റ്റോ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ സ്ലീപ്ലെസ് നൈറ്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അവരുടെ സ്ട്രെസ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ ഫെയിലിയേഴ്സ്, ഇവയൊന്നും ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫിന്റെയോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ റീലിന്റെയോ പിന്നിൽ ഉണ്ടാവില്ല അല്ലെ? അതുകൊണ്ട് മറ്റൊരാളുടെ ചാപ്റ്റർ 20 കണ്ടിട്ട് നിങ്ങളുടെ ചാപ്റ്റർ 5 മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പൂന്തോട്ടത്തില് എല്ലാ പൂക്കളും ഒരേ സമയം വിരിയോ? ഇല്ലല്ലോ. ഒരു പൂവ് നേരത്തെ വിരിയും, മറ്റേത് കുറച്ചു നേരം കഴിഞ്ഞേ വിരിയൂ. അത് വിചാരിച്ചിട്ട് ലേറ്റായി വിരിഞ്ഞ പൂവിന് കഴിവില്ല എന്നുള്ളതല്ല, വൈകി വിരിഞ്ഞത് കൊണ്ട് അതൊരു മോശം പൂവാവുന്നില്ല. നിങ്ങളുടെ ടൈമിംഗ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മെഷറിംഗ് സ്കെയിൽ ആവരുത്. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു വ്യക്തിയോടല്ല, ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ നിങ്ങളോടാണ്. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു വ്യക്തിയോടാണ്. അത് വേറെ ആരുമല്ല, അത് ഇന്നലത്തേക്കാൾ
അല്ലെങ്കിൽ ഇന്നത്തേക്കാൾ മികച്ച നിങ്ങളാവുക എന്നത് മാത്രം അത്ര മതി. നിങ്ങൾ ഇന്നലേക്കാൾ കുറച്ച് ബെറ്റർ ആണോ? അത്ര മതി. തേർഡ് പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നോ പറയാൻ പഠിക്കുക. ഇതാണ് പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നോ പറയുക. നമ്മളിൽ പലരും നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മളുടെ സമാധാനം തന്നെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേക്കും യെസ്, ആർക്കെങ്കിലും സഹായം വേണമെങ്കിലും യെസ്, ആരെങ്കിലും കാരണം നമ്മൾ അപ്സെറ്റ് ആകുമോ, ആർക്കെങ്കിലും നമ്മൾ കാരണം അപ്സെറ്റ് ആകുമോ എന്നുള്ള ഒരു പേടി, ആരെങ്കിലും നമ്മളെന്ന് സെൽഫിഷ് എന്ന് വിളിച്ചാലോ അങ്ങനെ ഒരു പേടി. അങ്ങനെ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മൾ തന്നെ ഇമോഷണലി എക്സോസ്റ്റഡ് ആവും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവരുടെയും അപ്രൂവൽ കിട്ടുകയും വേണ്ട. നിങ്ങൾ എത്ര നല്ലവനോ അല്ലെങ്കിൽ നല്ലവളോ ആയാലും ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കും, ചിലർ നിങ്ങളെ ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ചിലര് നിങ്ങൾ വെച്ച ബൗണ്ടറി പോലും അതിനെ സെൽഫിഷ്നെസ് എന്ന് വിളിക്കും. അതുകൊണ്ട് നോ പറയുന്നത് ഒരു മോശം മനുഷ്യനാകണമെന്നല്ല, അത് ചിലപ്പോഴൊക്കെ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. തീർച്ചയായും നോ പറയുമ്പോൾ അത് റൂഡാകേണ്ട ഒരു കാര്യമേ ഇല്ല, റൂഡായി പറയേണ്ട ഒരു കാര്യമല്ല നോ എന്നത്. നിങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിൽ പറയാം, സോറി എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ മാന്യമായിട്ട് എനിക്കിപ്പോൾ അത് ചെയ്യാനുള്ള സമയം കിട്ടില്ല കേട്ടോ എന്നുള്ള രീതിയിൽ മാന്യമായ രീതിയിൽ പറയാം. അത്രമാത്രം ഒരു വലിയൊരു ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ എനർജിക്കും നിങ്ങളുടെ മെന്റൽ പീസിനും എല്ലാം വലിയ വിലയുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ തന്നെ അൺഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സന്തോഷകരമായ അല്ലെങ്കിൽ നല്ലൊരു ജീവിതമല്ല. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. 1, കഴിഞ്ഞ കാലത്തെ നമ്മൾ റീപ്ലേ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായിട്ട് നമ്മളുടെ ലൈഫിനെ കമ്പയർ ചെയ്യരുത്. 3, നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്ന എന്ത് കാര്യത്തിനും നോ പറയാൻ പഠിക്കുക. ഇവ 3നും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ. അത് മറ്റുള്ളവരുടെ കയ്യിലാണോ? ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നല്ല മൂഡ്, ആരെങ്കിലും ഇഗ്നോർ ചെയ്താൽ വളരെ വെരി ബാഡ് മൂഡ്, സോഷ്യൽ മീഡിയയിൽ നല്ലത് കണ്ട ഇൻസെക്യൂരിറ്റി, പഴയ സംഭവം ഓർത്ത സാഡ്നെസ്, ആരെങ്കിലും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സെൽഫ് ഡൗട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ തിരികെ മേടിക്കേണ്ട സമയമായിട്ട്. ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വെറുതെ പോകേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ എക്സസൈസ് ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, അതിൽ 3 കാര്യങ്ങൾ എഴുതുക. ഒന്നാമത്തെ കാര്യം, ഞാൻ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്ന ഒരു സംഭവം, അതെന്താണ്? അതിനിടയിൽ എഴുതുക, ഇതിൽ നിന്നും എനിക്ക് എന്താ പഠിക്കാനുള്ളത്. അടുത്ത കാര്യം എഴുതാനുള്ളത്, ഞാൻ ആരുമായാണ് എൻ്റെ ജീവിതം അൺനെസസറി ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുക, അവരുടെ ജീവിതം ഫുള്ള് എനിക്ക് അറിയാമോ? അടുത്ത കാര്യം എഴുതേണ്ടത്, എൻ്റെ പീസിനെ ബാധിക്കുന്ന ഏത് കാര്യത്തിനാണ് ഞാൻ നോ പറയേണ്ടത്. എന്നിട്ട് എഴുതുക, അതിൽ എന്ത് കാര്യത്തിനാണ് ഞാൻ ബൗണ്ടറി വെക്കേണ്ടത്. അവസാനം നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. വളരെ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നല്ലൊരു സുഹൃത്ത്, എന്ന് കിട്ടിയ ഒരു ചെറിയ സന്തോഷം, രാവിലെ കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ച പോലും ആകാം. കാരണം സന്തോഷം എന്നത് എപ്പോഴും നല്ല കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് പലപ്പോഴും സന്തോഷം ഒളിച്ച്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആളുകൾ മാറും, ചിലർ നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തും, ചില ദിവസങ്ങൾ വളരെ മോശമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാം, ബട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങളുടെ പീസിന് വേണ്ടി സഹായിക്കട്ടെ. ഒടുവിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, സന്തോഷം കിട്ടാൻ പെർഫെക്റ്റ് ലൈഫൊന്നും ആവശ്യമില്ല. നമുക്കുള്ള ജീവിതത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും നമ്മുടെ പീസിന് കുറച്ചുകൂടെ വില കൊടുത്താലും മതി. ഈ വീഡിയോ നിങ്ങളെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വേർഷനിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.